ശ്രീ മുസ്തഫ മുണ്ടുപാറ, ധിക്കാരപരമായ നിലപാടെടുക്കുകയാണ് സർക്കാരെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന പ്രതികരണമാണ് സമസ്തയിൽ നിന്നുണ്ടായത്. എന്ത് വിലയാണ് കൊടുക്കേണ്ടി വരിക? സ്മൃതി, നമ്മൾ കേരളത്തിലാണ്. ജനാധിപത്യം ഏറ്റവും ഉയർന്ന തലത്തിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പരിഷ്കാരം സർക്കാർ കൊണ്ടുവന്ന സമയത്ത് അത് പ്രത്യേകിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയായതുകൊണ്ട് വലിയ ഒരു റിസൾട്ട് ഉണ്ടാകണം എന്ന താല്പര്യത്തോടു കൂടിയാണ് സർക്കാർ അത് കൊണ്ടുവന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൂടിയാലോചനകളും ബന്ധപ്പെട്ട കക്ഷികളുമായുള്ള ഒരു സംസാരമൊക്കെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്നത്തെ വിവാദം ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ ഈ വിവാദം ഉണ്ടാവാനുണ്ടായ പശ്ചാത്തലം നമുക്കറിയാം. അതായത് പുതിയ സർക്കാർ ഈ വർഷത്തെ അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ സമയമാറ്റത്തിൽ പുതിയൊരു പരിഷ്കരണവുമായി വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് സമസ്ത ഉൾപ്പെടെ സംഘടനകൾ ആ സമയമാറ്റത്തിൽ ഞങ്ങളുടെ മതവിദ്യാഭ്യാസത്തിന് അത് ബാധിക്കും എന്നൊരഭിപ്രായം ഉയർത്തുകയുണ്ടായി. അത് മാത്രമല്ല ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഈ പുതിയ സമയമാറ്റത്തിലുണ്ട്. സമസ്ത ആദ്യം പറഞ്ഞത് ഇക്കാര്യമാണ്. കാരണം സമസ്ത പറയേണ്ട മേഖല അതായതുകൊണ്ടാണ് സമസ്ത അക്കാര്യം പറഞ്ഞത്. പുതിയ പരിഷ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊക്കെ രക്ഷിതാക്കൾ കൂടിയാണ്. വിവിധ മതത്തിൻ്റെ ആളുകളാണെങ്കിൽ തന്നെയും ഞങ്ങളൊക്കെ രക്ഷിതാക്കൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ സമയത്ത് ഈ പുലർക്കാലത്ത് ഉള്ള ഈ രാവിലത്തെ ഏകദേശം ഒരു 2-3 മണിക്കൂർ സമയം അത് ആകെക്കൂടി കുട്ടികൾക്ക് മതപഠനത്തിന് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് പോകാനുള്ളൊരവസരമാണ്. അത് 1-2-1.5 മണിക്കൂറൊക്കെയാണ് ഓരോ മതസ്ഥാപനങ്ങളും നടക്കുന്നത്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നമ്മുടെ കേരള സംസ്ഥാനത്ത് നിലനിന്ന് വരുന്ന ഒരു വ്യവസ്ഥയാണത്. ഇന്നോ ഇന്നലെയോ അല്ല, ഇത് ഒരു പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് ഈ സമയത്തിന്. അപ്പോൾ രാവിലെ 10 മണിക്ക് സ്കൂളുകളിലെത്താൻ അതൊരു 15 മിനിറ്റ് സമയം മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു കേവലം 15 മിനിറ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. രാവിലത്തെ ആ സമയം നമ്മുടെ രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഒരുക്കി പറഞ്ഞയക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഒരു സമയമാറ്റത്തെക്കുറിച്ചുകൊണ്ട് ചർച്ച വന്നപ്പോഴും നമുക്കറിയാം വലിയ ചർച്ച ഇവിടെ നടക്കുകയും അത് സർക്കാർ പിൻവാങ്ങുകയും ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തും. അത് കേവലം 15 മിനിറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചെറുതായി കാണേണ്ടതില്ല. രാവിലത്തെ ആ സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നത് പ്രധാനമായും മാത്രമാണ് ഈ സമയമാറ്റം ബാധകമാവുക. അങ്ങേക്കും അറിയാം മുസ്തഫ മുണ്ടുപാറ, 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകിട്ട് അത് അധ്യാപകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അവർ ആ വിഷയം പറയുമ്പോൾ അത് ആ രൂപത്തിൽ പരിഗണിക്കാം. താങ്കൾ ഈ പറഞ്ഞല്ലോ ചർച്ച നടത്തണമെന്ന്. ചർച്ച നടത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ പലരുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. അത് പ്രകാരം കേസുകളിലെ കക്ഷികൾ, ഇതിൽ കേസ് പോയല്ലോ കോടതിയിൽ, ഇതിൽ ഹൈക്കോടതി ഉത്തരവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. വിദ്യാഭ്യാസ വിദഗ്ധർ, ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ, അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, PTA, SMC പ്രതിനിധികൾ എന്നിവരെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് കേട്ട ശേഷം എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മതപുരോഹിതരുമായി ചർച്ച നടത്തുക എന്നത് എത്രത്തോളം ശാസ്ത്രീയമാണ്? നിങ്ങളുടെ പ്രതികരണങ്ങളിൽ പലയിടത്തായി ശാസ്ത്രീയമായി അത് പരിശോധിക്കണമെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ശാസ്ത്രീയമായിട്ട് ഇതെങ്ങനെയാണ് മതപുരോഹിതരുമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുക? സ്മൃതി, ഇതിൽ ഞാൻ പറഞ്ഞു, സമസ്ത ഈ വിഷയം ഉന്നയിക്കുന്നത് സമസ്തയുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷയമുള്ളതുകൊണ്ടാണ്. അതുമാത്രമല്ല, രാവിലെ ഈ കുട്ടികളെ സ്കൂളുകൾ പറഞ്ഞയക്കുന്ന സമയത്ത് ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി കുടുംബത്തിൽ ഞാനൊക്കെ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കുട്ടികളെ രാവിലെ ഇതിന് തയ്യാറെടുത്ത് സ്കൂളുകളിൽ പറഞ്ഞയക്കണമെങ്കിൽ പ്രത്യേകിച്ച് മതം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വല്ലാതെ റിസ്ക് എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുമാത്രമല്ല, ഈ പുതിയ പരിഷ്കാരത്തിൽ സ്കൂളിൻ്റെ സമയം മാറ്റിയപ്പോൾ വ്യത്യസ്തമായ സമയത്താണ് ക്ലാസ് തുടങ്ങുന്നത്. അതും വലിയൊരു പ്രശ്നമാണ്. കാരണം കുട്ടികൾ സ്കൂളിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ വരെ ഇത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ കൊണ്ടുവരുന്ന ബസ്സുകൾ, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ സ്കൂളുകളിൽ എത്തുന്ന പഴയ കാലം പോലെയല്ല. കേരളത്തിലെ സ്കൂളുകളിൽ എത്തുന്ന വിദ്യാർത്ഥികളിൽ ഏകദേശം ഒരു 70%
വിദ്യാർത്ഥികളും സ്കൂളുകളിലെ ബസ്സുകളിലാണ് വരുന്നത്. ഒരു വീട്ടിൽ നിന്ന് തന്നെ ഈ 2 സെഷനിൽ വരുന്ന കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടികൾക്ക് വരുന്ന കാര്യം, ആ ബെല്ലടിക്കുന്ന കാര്യം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചർച്ചയ്ക്ക് ഒരു വിവാദമായി മാറിയത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു മതസംഘടന എന്ന നിലക്ക് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞപ്പോഴാണ് അതൊരു വിവാദമായി മാറിയത്. സത്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട അവിടെ മാത്രമല്ല, അത് ഞങ്ങളെ ബാധിക്കുന്നതായതുകൊണ്ട് ഞങ്ങളത് താല്പര്യമെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, രാവിലെ സ്കൂളുകൾ തുടങ്ങുന്ന സമയത്ത് നേരത്തെ ഒരു കാമണിക്കൂറാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രയാസങ്ങൾ വളരെ ഗുരുതരമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.